രണ്ട് കാലുകളും ചേർത്ത് വെക്കുക. രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് കൈകൂപ്പി നിൽക്കുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഹൃദയത്തിന് പിന്നിൽ അനാഹത ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം നന്നായി ആഞ്ഞുവലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ഇങ്ങനെ ഉച്ചരിക്കുക: ഓം ഹ്രാം മിത്രായ നമഃ. മെല്ലെ കൈകൾ താഴെയിടുക. ശ്വാസം വലിക്കുമ്പോൾ രണ്ട് കൈകളും മുകളിലേക്ക് കൊണ്ടുപോവുക. ഉച്ഛ്വസിക്കുമ്പോൾ അരക്കെട്ടിൽ നിന്ന് പിന്നിലേക്ക് വളയുക. വിശുദ്ധി ചക്രത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് കഴുത്തിനു പിന്നിലാണുള്ളത്. ഈ ആസനത്തിന്റെ പേര് ഹസ്ത ഉത്താനാസനം എന്നാണ്. ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് ഉദരഭാഗത്തുള്ള കൂടുതൽ കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കും. തോളിലും കൈത്തണ്ടുകളിലുമുള്ള മാംസപേശികൾക്ക് നല്ല വ്യായാമം ലഭിക്കാൻ സഹായകമാണിത്. ശ്വാസം ആഞ്ഞു വലിച്ച് മന്ത്രമുച്ചരിക്കുക: ഓം ഹ്രീം രവയേ നമഃ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ പിടിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് നിവർന്നു നിൽക്കുക. പിന്നീട് കുനിഞ്ഞ് രണ്ട് കൈകൾ കൊണ്ടും രണ്ട് പാദങ്ങളെയും തൊടുക. പാദഹസ്താസനത്തിൽ ശ്രദ്ധ മുഴുവനും തൊപ്പിളിന് പുറകിലുള്ള മണിപ്പൂര ചക്രത്തിലായിരിക്കണം. മാത്രമല്ല, ഇടുപ്പ്, ഉപ്പൂറ്റി എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഈ ആസനം മൂലം ശമനം ലഭിക്കുന്നതാണ്. കൂടാതെ കൊഴുപ്പും കുറയും, ദഹനക്കേടും ഉണ്ടാവുകയില്ല. ഉച്ഛ്വസിക്കുമ്പോൾ മന്ത്രം ഉച്ചരിക്കുക: ഓം ഹ്രൂം സൂര്യായ നമഃ. ഇനി കാൽമുട്ടുകൾ മടക്കി രണ്ട് കൈകളും രണ്ട് പാദങ്ങളുടെ അരികിൽ വെക്കുക. ഇപ്പോൾ ഇടതുകാൽ പിറകിലേക്ക് പരമാവധി നീട്ടിവെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കൈകൾ ഉയർത്തി, ഉച്ഛ്വസിക്കുമ്പോൾ മുകളിലേക്ക് നോക്കി കൈകൾ പുറകിലേക്ക് വളയ്ക്കുക. ഇത് അശ്വസഞ്ചാലനാസനമാണ്. ഇതിൽ പുരിക മധ്യത്തിൽ പൂർണ്ണ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. അതിന്റെ പിന്നിലാണ് ആജ്ഞാചക്രം ഉള്ളത്. ഈ ആസനം കാലിലെ മാംസപേശികളെ ദൃഢപ്പെടുത്തുന്നു. ഉദരഭാഗങ്ങൾക്കും വളരെ നല്ല വ്യായാമമാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക: ഓം ഹ്രൈം ഭാനവേ നമഃ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ മുന്നിലിരിക്കുന്ന കാൽ പിന്നിലേക്ക് കൊണ്ടുപോയി സ്ലൈഡ് പോലത്തെ ആകൃതിയിൽ നിൽക്കുക. ഈ ആസനത്തിന്റെ പേര് വിവാദ പ്രചാരണാസനം എന്നാണ്. കാൽമുട്ടുകളിൽ നിന്ന് കാലുയർത്തുക. ശരീരത്തിന്റെ ഭാരം കൈപ്പത്തികളും കാൽവിരലുകളുമാണ് താങ്ങുന്നത്. ഈ സമയത്ത് കഴുത്ത് നേരെയായിരിക്കണം. പൂർണ്ണ ശ്രദ്ധയും നട്ടെല്ലിന്റെ ഏറ്റവും അടിഭാഗത്ത് മൂലാധാര ചക്രത്തിലായിരിക്കണം. ശ്വാസം നന്നായി വലിച്ച് മന്ത്രമുച്ചരിക്കുക: ഓം ഹ്രൗം ഖഗായ നമഃ. മെല്ലെ കാൽമുട്ടുകൾ തറയിൽ വയ്ക്കുക. പാദങ്ങളുടെ മേൽഭാഗവും തറയിൽ തന്നെ ആയിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉപ്പൂറ്റിയിൽ ബാലൻസ് ചെയ്യുക. കൈകളുടെ പൊസിഷൻ മാറ്റേണ്ടതില്ല. ഉച്ഛ്വസിക്കുമ്പോൾ നെറ്റി തറയിൽ മുട്ടുന്നതുപോലെ വയ്ക്കുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. തൊപ്പിളിന് പിന്നിൽ മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ആസനം ഇടുപ്പിനും ജനനേന്ദ്രിയങ്ങൾക്കുമിടയിലുള്ള മാംസപേശികൾക്ക് ഫലപ്രദമായിരിക്കും. ദഹനക്കേട് അകറ്റുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഈ ആസനം വളരെ നല്ലതാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക: ഓം ഹ്രഃ പൂഷ്ണേ നമഃ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അരക്കെട്ടിന് മുകളിൽ ശരീരം ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ നെഞ്ച് രണ്ട് കൈകൾക്കുമിടയിലായിരിക്കുന്നത് പോലെ വയ്ക്കുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. താടി തറയിൽ മുട്ടട്ടെ. സൂര്യ നമസ്കാരത്തിലെ ഒരു പ്രധാന ആസനമാണിത്. ഇതിന്റെ പേര് അഷ്ടാംഗാസനം എന്നാണ്. ഈ ആസനത്തിൽ ശരീരത്തിലെ 8 ഭാഗങ്ങൾ തറയിൽ മുട്ടുന്നുണ്ട്. താടി, നെഞ്ച്, കൈപ്പത്തികൾ, കാൽമുട്ടുകൾ, പാദങ്ങൾ എന്നിവ. ഉദരവും ഇടുപ്പും പൊങ്ങി നിൽക്കുന്നു. അവയുടെ മേൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക: ഓം ഹ്രാം ഹിരണ്യഗർഭായ നമഃ.
ശ്വാസം ആഞ്ഞു വലിക്കുക. മെല്ലെ ശരീരം മുഴുവനും തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. ശിരസ് തലയിൽ വെക്കുക. 2 കാലുകളും ഒന്നിച്ചു വെക്കുക. 2 കൈകളും തോളിനരികെ ആയിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരത്തിന്റെ മേൽഭാഗം ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് പിന്നിലേക്ക് ചായ്ക്കുക. കഴുത്ത് പിന്നിൽ തന്നെ ആയിരിക്കട്ടെ. കണ്ണുകൾ അടച്ച് സാധാരണഗതിയിൽ ശ്വസിക്കുക. നട്ടെല്ലിൽ പുൾ, ടെൻഷൻ എന്നിവ തോന്നുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വാദിഷ്ഠാന ചക്രം അവിടെയാണുള്ളത്. ഉദര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഈ ആസനം ചെയ്താൽ ഭേദമാകും. നട്ടെല്ല് ഫ്ലെക്സിബിൾ ആകുന്നു. രക്തസഞ്ചാരം സംബന്ധിച്ച പ്രശ്നങ്ങളും മാറും. മന്ത്രമുച്ചരിക്കാം. ഓം ഹ്രീം മരിചയേ നമഃ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കഴുത്ത് നേരെ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ശരീരം തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. ഇതോടെ ഭുജംഗാസനം അവസാനിക്കുന്നു. പാദങ്ങൾ ഉയർത്തുക. 2 കൈകളും തോളുകളുടെ അരികിലായിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരം മുഴുവനും ഒരു മലയുടെ ആകൃതിയിൽ ഉയർത്തുക. തലയിൽ നെറുകയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിന്റെ പേര് പർവ്വതാസനം എന്നാണ്. ഇത് ശരീരത്തിലെ മാംസപേശികളെ ദൃഢപ്പെടുത്തുന്നു. മന്ത്രമുച്ചരിക്കുക. ഓം ഹ്രൂം ആദിത്യായ നമഃ. മെല്ലെ കാൽമുട്ടുകൾ തറയിൽ വയ്ക്കുക. പാദങ്ങളുടെ മേൽഭാഗവും തറയിലായിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉപ്പൂറ്റിയുടെ മുകളിൽ ഇരിക്കുക. സാധാരണഗതിയിൽ ശ്വസിക്കുക. കൈകൾ മുന്നിലേക്ക് നീട്ടി തന്നെ ഇരിക്കട്ടെ. തൊപ്പിളിന് പിന്നിലുള്ള മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മന്ത്രമുച്ചരിക്കുക. ഓം ഹ്രൈം സവിത്രേ നമഃ. ഇപ്പോൾ വലതുകാൽ 2 കൈകളുടെയും നടുവിൽ വയ്ക്കുക. ശ്വാസം വലിച്ച് 2 കൈകളും ഉയർത്തി ഉച്ഛ്വസിക്കുമ്പോൾ പിന്നിലേക്ക് മെല്ലെ ചായുക. പുരികമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാൽ വിരലുകൾ നേരെ നിവർന്നിരിക്കട്ടെ. അങ്ങനെ കുറച്ചുനേരം നിൽക്കുക. മന്ത്രം ഉച്ചരിക്കുക. ഓം ഹ്രൗം അർക്കായ നമഃ. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും നേരെ പിടിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ 2 കൈകളും താഴേക്ക് കൊണ്ടുവരിക. സാധാരണഗതിയിൽ ശ്വസിക്കുക. പിന്നിലുണ്ടായിരുന്ന കാൽ മുന്നിലേക്ക് കൊണ്ടുവരിക. കാലുകൾ നേരെ വയ്ക്കുക. ഈ ആസനത്തിന്റെ പേരാണ് പാദഹസ്താസനം. തലയിലെ നെറുകയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് സഹസ്രാര ചക്രത്തിൽ. ഈ ആസനം നട്ടെല്ലിനെ ഫ്ലെക്സിബിൾ ആക്കുന്നു. രക്തചംക്രമണത്തെ നേരെയാക്കുന്നു. ഇപ്പോൾ നമുക്ക് മന്ത്രമുച്ചരിക്കാം. ഓം ഹ്രഃ ഭാസ്കരായ നമഃ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും ഒന്നിച്ചു മുകളിലേക്ക് ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ പിന്നിലേക്ക് വളഞ്ഞു കൊടുക്കുക. അതായത് ഹസ്ത ഉത്താനാസനം പോലെ തന്നെ ചെയ്യുക. ഈ നിലയിൽ കുറച്ചുനേരം തുടർന്ന് നിൽക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും തൊണ്ടയുടെ പിന്നിലുള്ള വിശുദ്ധി ചക്രത്തിൽ ചെലുത്തുക. ഈ ആസനം ചെയ്യുമ്പോൾ മന്ത്രം ഉച്ചരിക്കേണ്ടതില്ല. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ നേരെ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ മന്ത്രം ഉച്ചരിക്കുക. ഓം സർവേഭ്യോ ദേവേഭ്യോ നമഃ. മെല്ലെ കൈകൾ താഴെയിടുക. കണ്ണുകൾ അടച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. ശരീരം അയവുള്ളതാക്കുക. ടെൻഷൻ അറിഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും മരുന്നാണെന്നും ഉച്ഛ്വസിക്കുമ്പോൾ രോഗങ്ങളെയും പിരിമുറുക്കങ്ങളെയും അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നും സങ്കൽപ്പിച്ചുകൊള്ളുക.
സൂര്യ നമസ്കാരം. 2 കാലുകളും ചേർത്ത് വെക്കുക. 2 കൈകളും ചേർത്ത് പിടിച്ച് കൈകൂപ്പി നിൽക്കുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഹൃദയത്തിന് പിന്നിൽ അനാഹത ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം നന്നായി ആഞ്ഞു വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ഇങ്ങനെ ഉച്ചരിക്കുക: മെല്ലെ കൈകൾ താഴെയിടുക. ശ്വാസം വലിക്കുമ്പോൾ 2 കൈകളും മുകളിലേക്ക് കൊണ്ടുപോവുക. ഉച്ഛ്വസിക്കുമ്പോൾ അരക്കെട്ടിൽ നിന്ന് പിന്നിലേക്ക് വളയുക. വിശുദ്ധി ചക്രത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് കഴുത്തിന് പിന്നിലാണുള്ളത്. ഈ ആസനത്തിന്റെ പേര് ഹസ്ത ഉത്താനാസനം എന്നാണ്. ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് ഉദരഭാഗത്തുള്ള കൂടുതൽ കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കും. തോളിലും കൈത്തണ്ടുകളിലുമുള്ള മാംസപേശികൾക്ക് നല്ല വ്യായാമം ലഭിക്കാൻ സഹായകമാണിത്. ശ്വാസം ആഞ്ഞു വലിച്ച് മന്ത്രമുച്ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നേരെ പിടിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് നിവർന്നു നിൽക്കുക. പിന്നീട് കുനിഞ്ഞ് 2 കൈകൾ കൊണ്ടും 2 പാദങ്ങളെയും തൊടുക. പാദഹസ്താസനത്തിൽ ശ്രദ്ധ മുഴുവനും തൊപ്പിളിന് പുറകിലുള്ള മണിപ്പൂര ചക്രത്തിലായിരിക്കണം. മാത്രമല്ല, ഇടുപ്പ്, ഉപ്പൂറ്റി എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഈ ആസനം മൂലം ശമനം ലഭിക്കുന്നതാണ്. കൂടാതെ കൊഴുപ്പും കുറയും, ദഹനക്കേടും ഉണ്ടാവുകയില്ല. ഉച്ഛ്വസിക്കുമ്പോൾ മന്ത്രം ഉച്ചരിക്കുക. ഇനി കാൽമുട്ടുകൾ മടക്കി 2 കൈകളും 2 പാദങ്ങളുടെ അരികിൽ വെക്കുക. ഇപ്പോൾ ഇടതുകാൽ പിറകിലേക്ക് പരമാവധി നീട്ടിവെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കൈകൾ ഉയർത്തി, ഉച്ഛ്വസിക്കുമ്പോൾ മുകളിലേക്ക് നോക്കി കൈകൾ പുറകിലേക്ക് വളയ്ക്കുക. ഇത് അശ്വസഞ്ചാലനാസനമാണ്. ഇതിൽ പുരിക മധ്യത്തിൽ പൂർണ്ണ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. അതിന്റെ പിന്നിലാണ് ആജ്ഞാചക്രം ഉള്ളത്. ഈ ആസനം കാലിലെ മാംസപേശികളെ ദൃഢപ്പെടുത്തുന്നു. ഉദരഭാഗങ്ങൾക്കും വളരെ നല്ല വ്യായാമമാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ മുന്നിലിരിക്കുന്ന കാൽ പിന്നിലേക്ക് കൊണ്ടുപോയി സ്ലൈഡ് പോലത്തെ ആകൃതിയിൽ നിൽക്കുക. ഈ ആസനത്തിന്റെ പേര് വിവാദ പ്രചാരണാസനം എന്നാണ്. കാൽമുട്ടുകളിൽ നിന്ന് കാലുയർത്തുക. ശരീരത്തിന്റെ ഭാരം കൈപ്പത്തികളും കാൽവിരലുകളുമാണ് താങ്ങുന്നത്. ഈ സമയത്ത് കഴുത്ത് നേരെയായിരിക്കണം. പൂർണ്ണ ശ്രദ്ധയും നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്ത് മൂലാധാര ചക്രത്തിലായിരിക്കണം. ശ്വാസം നന്നായി വലിച്ച് മന്ത്രമുച്ചരിക്കുക. മെല്ലെ കാൽമുട്ടുകൾ തറയിൽ വയ്ക്കുക. പാദങ്ങളുടെ മേൽഭാഗവും തറയിൽ തന്നെ ആയിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉപ്പൂറ്റിയിൽ ബാലൻസ് ചെയ്യുക. കൈകളുടെ പൊസിഷൻ മാറ്റേണ്ടതില്ല. ഉച്ഛ്വസിക്കുമ്പോൾ നെറ്റി തറയിൽ മുട്ടുന്നത് പോലെ വയ്ക്കുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. തൊപ്പിളിന് പിന്നിൽ മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ആസനം ഇടുപ്പിനും ജനനേന്ദ്രിയങ്ങൾക്കുമിടയിലുള്ള മാംസപേശികൾക്ക് ഫലപ്രദമായിരിക്കും. ദഹനക്കേട് അകറ്റുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഈ ആസനം വളരെ നല്ലതാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അരക്കെട്ടിന് മുകളിൽ ശരീരം ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ നെഞ്ച് 2 കൈകൾക്കുമിടയിലായിരിക്കുന്നത് പോലെ വയ്ക്കുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. താടി തറയിൽ മുട്ടട്ടെ. സൂര്യ നമസ്കാരത്തിലെ ഒരു പ്രധാന ആസനമാണിത്. ഇതിന്റെ പേര് അഷ്ടാംഗാസനം എന്നാണ്. ഈ ആസനത്തിൽ ശരീരത്തിലെ 8 ഭാഗങ്ങൾ തറയിൽ മുട്ടുന്നുണ്ട്. താടി, നെഞ്ച്, കൈപ്പത്തികൾ, കാൽമുട്ടുകൾ, പാദങ്ങൾ എന്നിവ. ഉദരവും ഇടുപ്പും പൊങ്ങി നിൽക്കുന്നു. അവയുടെ മേൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ശ്വാസം ആഞ്ഞു വലിക്കുക. മെല്ലെ ശരീരം മുഴുവനും തറയിൽ മുട്ടുന്നത് പോലെ കിടക്കുക.
ശിരസ് തലയിൽ വെക്കുക. 2 കാലുകളും ഒന്നിച്ചു വെക്കുക. 2 കൈകളും തോളിനരികെ ആയിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരത്തിന്റെ മേൽഭാഗം ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് പിന്നിലേക്ക് ചായ്ക്കുക. കഴുത്ത് പിന്നിൽ തന്നെ ആയിരിക്കട്ടെ. കണ്ണുകൾ അടച്ച് സാധാരണഗതിയിൽ ശ്വസിക്കുക. നട്ടെല്ലിൽ പുൾ, ടെൻഷൻ എന്നിവ തോന്നുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വാദിഷ്ഠാന ചക്രം അവിടെയാണുള്ളത്. ഉദര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഈ ആസനം ചെയ്താൽ ഭേദമാകും. നട്ടെല്ല് ഫ്ലെക്സിബിൾ ആകുന്നു. രക്തസഞ്ചാരം സംബന്ധിച്ച പ്രശ്നങ്ങളും മാറും. മന്ത്രമുച്ചരിക്കാം. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കഴുത്ത് നേരെ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ശരീരം തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. ഇതോടെ ഭുജംഗാസനം അവസാനിക്കുന്നു. പാദങ്ങൾ ഉയർത്തുക. 2 കൈകളും തോളുകളുടെ അരികിലായിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരം മുഴുവനും ഒരു മലയുടെ ആകൃതിയിൽ ഉയർത്തുക. തലയിൽ നെറുകയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിന്റെ പേര് പർവ്വതാസനം എന്നാണ്. ഇത് ശരീരത്തിലെ മാംസപേശികളെ ദൃഢപ്പെടുത്തുന്നു. മന്ത്രമുച്ചരിക്കുക. മെല്ലെ കാൽമുട്ടുകൾ തറയിൽ വയ്ക്കുക. പാദങ്ങളുടെ മേൽഭാഗവും തറയിലായിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉപ്പൂറ്റിയുടെ മുകളിൽ ഇരിക്കുക. സാധാരണഗതിയിൽ ശ്വസിക്കുക. കൈകൾ മുന്നിലേക്ക് നീട്ടി തന്നെ ഇരിക്കട്ടെ. തൊപ്പിളിന് പിന്നിലുള്ള മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മന്ത്രമുച്ചരിക്കുക. ഇപ്പോൾ വലതുകാൽ 2 കൈകളുടെയും നടുവിൽ വെക്കുക. ശ്വാസം വലിച്ച് 2 കൈകളും ഉയർത്തി ഉച്ഛ്വസിക്കുമ്പോൾ പിന്നിലേക്ക് മെല്ലെ ചായുക. പുരികമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാൽവിരലുകൾ നേരെ നിവർന്നിരിക്കട്ടെ. അങ്ങനെ കുറച്ചുനേരം നിൽക്കുക. മന്ത്രം ഉച്ചരിക്കുക. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും നേരെ പിടിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ 2 കൈകളും താഴേക്ക് കൊണ്ടുവരിക. സാധാരണഗതിയിൽ ശ്വസിക്കുക. പിന്നിലുണ്ടായിരുന്ന കാൽ മുന്നിലേക്ക് കൊണ്ടുവരിക. കാലുകൾ നേരെ വയ്ക്കുക. ഈ ആസനത്തിന്റെ പേരാണ് പാദഹസ്താസനം. തലയിലെ നെറുകയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് സഹസ്രാര ചക്രത്തിൽ. ഈ ആസനം നട്ടെല്ലിനെ ഫ്ലെക്സിബിൾ ആക്കുന്നു. രക്തചംക്രമണത്തെ നേരെയാക്കുന്നു. ഇപ്പോൾ നമുക്ക് മന്ത്രമുച്ചരിക്കാം. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും ഒന്നിച്ചു മുകളിലേക്ക് ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ പിന്നിലേക്ക് വളഞ്ഞു കൊടുക്കുക. അതായത് ഹസ്ത ഉത്താനാസനം പോലെ തന്നെ ചെയ്യുക. ഈ നിലയിൽ കുറച്ചുനേരം തുടർന്ന് നിൽക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും തൊണ്ടയുടെ പിന്നിലുള്ള വിശുദ്ധി ചക്രത്തിൽ ചെലുത്തുക. ഈ ആസനം ചെയ്യുമ്പോൾ മന്ത്രം ഉച്ചരിക്കേണ്ടതില്ല. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ നേരെ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ മന്ത്രം ഉച്ചരിക്കുക. മെല്ലെ കൈകൾ താഴെയിടുക. കണ്ണുകൾ അടച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. ശരീരം അയവുള്ളതാക്കുക. ടെൻഷൻ അറിഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും മരുന്നാണെന്നും ഉച്ഛ്വസിക്കുമ്പോൾ രോഗങ്ങളെയും പിരിമുറുക്കങ്ങളെയും അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നും സങ്കൽപ്പിച്ചുകൊള്ളുക.
സൂര്യ നമസ്കാരം ടൈപ്പ് 2. ചില സമയത്ത് ദീർഘസമയം പിടിക്കുന്ന സൂര്യ നമസ്കാരം ചെയ്യുന്നത് മടുപ്പ് തോന്നിച്ചേക്കാം. അതുകൊണ്ട് ലഘുവായ രീതിയിൽ നമുക്കിത് ചെയ്യാം. 12 തവണ ഇത് ചെയ്യുന്നതാണ് വളരെ ഉത്തമം. പക്ഷേ ശരീരം സഹകരിച്ചാൽ മാത്രം. ഇല്ലെങ്കിൽ 3 തവണ തൊട്ട് തുടങ്ങിയിട്ട് ദിവസവും എണ്ണം കൂട്ടുക. സുഖമാണ്. ഇന്ന് സൂര്യ നമസ്കാരത്തിന്റെ 12 സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. സൂര്യ നമസ്കാരം ടൈപ്പ് 2. 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 12. ഓരോ നമസ്കാരത്തിന് ശേഷവും ഇനി പറയുന്ന മന്ത്രങ്ങൾ ഉച്ചരിക്കുക. ഓം ഹ്രാം മിത്രായ നമഃ. ഓം ഹ്രീം രവയേ നമഃ. ഓം ഹ്രൂം സൂര്യായ നമഃ. ഓം ഹ്രേം ഭാനവേ നമഃ. ഓം ഹ്രൗം ഖഗായ നമഃ. ഓം രഃ ഉഷ്ണേ നമഃ. ഓം ഹ്രാം ഹിരണ്യഗർഭായ നമഃ. ഓം ഹ്രീം മരീചയേ നമഃ. ഓം ഹ്രൂം ആദിത്യായ നമഃ. ഓം ഹ്രേം സവിത്രേ നമഃ. ഓം ഹ്രൗം അർക്കായ നമഃ. ഓം രഃ ഭാസ്കരായ നമഃ.